അങ്ങനെ ജർമ്മനിയില് അങ്കമാലി മാങ്കറിയും ബീഫ് റോസ്റ്റും വേബറിന്റെ കൂടെ ഇരുന്ന് കഴിച്ച ശേഷം ഞങ്ങളിതേ വേബറിന്റെ അപ്പാർട്ട്മെന്റിലേക്ക് പോവാട്ടോ. ഞങ്ങൾ സത്യം പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ തന്നെ ഞെട്ടിപ്പോയി. അത്രയ്ക്ക് നീറ്റായിരുന്നു കേട്ടോ. ഞങ്ങളെ ആദ്യം പുള്ളിയുടെ റൂമിലേക്കാട്ടോ വിളിച്ചുകൊണ്ടുപോയേ. ഈ റൂമിൽ കയറിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടോ പുള്ളി ഒരു കഴിവുള്ള മനുഷ്യനാണ്. കണ്ടില്ല ഈ ട്രംപറ്റൊക്കെ ഇരിക്കുന്നത്. ഞങ്ങൾക്ക് അവിടെ ഉണ്ടായിരുന്ന ഓരോ സാധനങ്ങളെയും കുറിച്ച് പുള്ളി എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു കേട്ടോ. ഇതിന്റെ മുകളിലാണ് കേട്ടോ പുള്ളിക്കുള്ള ബെഡ് സ്പേസ് വരുന്നത്. ഇത് കണ്ടപ്പോൾ ഞാനൊരു കാര്യം മനസ്സിലുറപ്പിച്ചിട്ടോ, നാളെ മുതൽ എൻ്റെ റൂമും ഇങ്ങനെ വൃത്തിയായിട്ട് ഇടുന്നു. പിന്നെ ഞങ്ങൾ നേരെ പോയത് ലിവിംഗ് റൂമിലേക്കട്ടാ. ഇവിടെ അതിലും അടിപൊളിയായിരുന്നിട്ട് കാണാനൊക്കെ. അത് കഴിഞ്ഞ് അവിടെ ഉണ്ടായ ഒരു ഗ്രാമഫോണിലെ ഞങ്ങൾക്ക് കുറച്ച് ജർമ്മൻ സോങ്സ് ഒക്കെ വെച്ച് തന്നിട്ടോ പുള്ളി. വേബറോട് ഒറ്റയ്ക്കാണ്ടോ താമസിക്കണേ. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ലായിരുന്നു കേട്ടോ ഇവിടെ ഇത്ര നീറ്റായിട്ടായിരിക്കും കിടക്കണേന്ന്. ഈ കാണുന്നതൊക്കെ പുള്ളിയുടെ വർക്കുകളാണ് കേട്ടോ. പുള്ളിക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ പുള്ളി വുഡ് വെച്ചിട്ട് ചെയ്തിട്ടുള്ള ആട്ടോ ഇതൊക്കെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങളെ നേരെ പുള്ളി കിച്ചണിലേക്ക് കൂട്ടിക്കൊണ്ടു കേട്ടോ. ഇവിടെ വന്നപ്പോൾ ഞങ്ങളുടെ അടുത്ത് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാമെന്ന് പറഞ്ഞു. ഓൾറെഡി കഴിച്ച് എല്ലാവരെയും വയറ് ഫുള്ളായതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു ഇപ്പൊന്നും വേണ്ടാന്ന്. അത് കഴിഞ്ഞ് പുള്ളിയുടെ ഉണ്ടായിരുന്ന ഒരു ലാമ്പും ഞങ്ങൾക്ക് തന്നു കേട്ടോ. ഏറ്റവും അവസാനം ഞങ്ങൾ പുള്ളിയോട് കാണിച്ച സ്നേഹത്തിനും എല്ലാത്തിനും പുള്ളി ഒരു നന്ദിയും പറഞ്ഞു കേട്ടോ. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ശരി എന്നാ.